തെളിവ് ഞാൻ പറഞ്ഞു തരാം. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നഹാ ഖാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اتفل فإذا جرو قلب تحت سريري فقال يا عائشة متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. വരേണ്ട സമയമായിട്ടും അവിടുന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോൾ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദൂതന്മാരെ ഇതുവരെ അവരുടെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ജിബ്രീൽ വരാറുണ്ട്. ഇന്നെന്തേ അല്ലാഹ് വാഗ്ദാനം ലംഘിച്ചു കളഞ്ഞത്? അല്ലാഹുവേ, അവിടെ നിന്ന് വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വയ്യിലിരുന്ന വടി പോലും മുത്തുനബി എടുത്ത് എറിഞ്ഞു. അപ്പോഴാണ് തന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു നായക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കാണേണ്ട താമസം അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, അല്ലയോ ആയിഷ, ഈ നായ ഇവിടെ ഇരിക്കണ നീ കണ്ടില്ലേ? ഈ നായ ഈ വീടിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല നബിയേ. നബിയേ, ഞാൻ അറിഞ്ഞില്ല നബിയേ. ഞാൻ കൊണ്ടുവച്ചതല്ല, ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല നബിയേ. അപ്പോഴാണ് അല്ലാഹുവേ, ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിനവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. ആ വീടിന്റെ കട്ടിലിനടിയിലിരുന്ന നായ പടന്ന് പുറത്താക്കുകയാണ്. അതിനെ പുറത്തിറക്കിയതിനു ശേഷമാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ജിബ്രീൽ കടന്നു വരികയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജിബ്രീൽ, എന്നാൽ താങ്കൾ വന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ വീടിനകത്തുണ്ടായിരുന്ന നായ എന്നത് താങ്കളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നബിയേ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നിശ്ചയമായും മലക്കുകൾ നായുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞ സമയത്ത് വരുന്നില്ല. പ്രവാചകൻ നോക്കിയിരുന്നിട്ട് ദേഷ്യം കൊണ്ട് തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾ അല്ലാഹു അവിടെ നിന്ന് പറയുന്ന വാക്ക് ലംഘിക്കാറില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാ കട്ടിലിനടിയിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിയിരിക്കുക. ആ പട്ടി അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ കടന്നു വരാത്ത വീടാണ് നായുള്ള വീട്, ചിത്രങ്ങളുള്ള വീട്. എല്ലാവരും ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും. മംഗലാപുരത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും
അതിനകത്ത് ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ്റെ പേന എടുത്തിട്ട് ഉരച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖം മറയ്ക്കേണ്ട ഗതികേടാണ്. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ അലമാരിക്കകത്ത് ഫോട്ടോ മറച്ചു വെക്കുന്നൊരവസ്ഥ. കാരണം എന്തേ? മലക്കുകൾ വരൂല, മലക്കുകൾ കടന്നു വരൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ വരാത്തതിന്റെ തെളിവ് വേണോ? അല്ലാഹുവേ, അന്നബീഹി അന്നഹു സമിഅ ആയിഷ تقول دخل علي رسول الله صلى الله عليه وسلم وقد سترته صهوة لي بكرام فيه تماثيل فلما راه يا عائشة أشد الناس عذابا عند الله يوم القيامة الذي يضاهون بخلق الله. قالت عائشة فقطعناه فجعلنا منه وسادة أو وسادتين. സംഭവങ്ങളൂടെ പടമൊക്കെ വരയ്ക്കണവർ കേട്ടോ, പടങ്ങളൊക്കെ വരയ്ക്കണവരുണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. രണ്ട് രൂപങ്ങളുള്ള ഒരു മറ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മറച്ചിരുന്നു. ജനലിൽ ഇങ്ങനെ മറച്ചിരിക്കുക ഒരു മറ, അതിനകത്ത് രണ്ട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു, കോപം വരുമ്പോഴങ്ങനെ വരിക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് വല്ലാതെ ചുമന്നു തുടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തുടുത്തിട്ട് വീടിനകത്ത് കയറാതെ പ്രവാചകൻ തിരിച്ചുപോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടമായി. അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണമെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് എന്തോത്തിന്റെയോ രണ്ട് രൂപങ്ങൾ, രണ്ട് ചിത്രങ്ങൾ ആ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്തുണ്ടായിരുന്നു. മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്നത് വലിച്ചു കീറാൻ പറഞ്ഞു ആയിഷ ബീവിയോട്. ആ രൂപങ്ങളുള്ളത് വലിച്ചു കീറാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എന്റെ ഉമ്മമാരെ, എന്റെ മുസ്ലിമേ, പടം വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, വരച്ച ചിത്രങ്ങൾ വീടിന്റെ അകത്ത് തൂക്കിയിടുന്നവർ, മൃഗങ്ങളുടെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ഒരു ജനവിഭാഗമാണ്. ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ, രൂപങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നാളെ കഠിന ശിക്ഷ കിട്ടുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, അത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് മുത്തുനബി വീടിനകത്ത് കയറിയത്.